എൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഒരു 3 ഇയേഴ്സ് ആയിട്ട് ട്രേഡിംഗിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ICT SMT എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇച്ചിരി പോപ്പുലറായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലറായിട്ട് നിൽക്കുന്ന മിക്ക 2-3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഒന്നല്ല 2-3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആക്ച്വലി മെന്റർഷിപ്പ് പ്രോഗ്രാം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോയുടെ ഫസ്റ്റ് റെക്കോർഡ് സെഷനിൽ തന്നെ ബ്രോ പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും SMT ICT എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ FEG, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കപ്പ് ബ്ലോക്ക്, ലിക്വിഡിറ്റി, ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക്. പക്ഷേ ഇത് എന്തുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുള്ള റീസൺ എന്ന് ബ്രോ ആ സെഷനിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനും ഇതുവരെ ഈ ഇത്രയും 3 വർഷത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുമില്ല. ഞാനെടുത്ത മെന്റർഷിപ്പിൽ ആരും അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ആക്ച്വലി അങ്ങനെ സത്യം പറഞ്ഞാൽ പിന്നെയാണ് മനസ്സിലായത്, അതായത് ഒരു റീസൺ, അതായത് എന്തുകൊണ്ട് സംഭവിക്കുന്ന റീസൺ കണ്ടുപിടിച്ചാലേ നമുക്ക് ആക്ച്വലി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ബ്രോഡ് ആക്ച്വലി സെഷനിലാണ് എനിക്ക് മനസ്സിലായത്. എല്ലാം കൂടെ വരും ഭയങ്കര കൺഫ്യൂഷനാണ് ട്രേഡിങ്. ആക്ച്വലി ആ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ട്രേഡിങ് ഇത്രയും സിമ്പിൾ ആയത് ആക്ച്വലി ബ്രോഡ് കോഴ്സ് എടുത്തതിന് ശേഷമാണ്. സത്യം പറയാമല്ലോ, ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് അതായത് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ബ്രോ എന്തുകൊണ്ട് മാർക്കറ്റ് മുകളോട്ട് കയറിപ്പോകുന്നു അല്ലെങ്കിൽ താഴോട്ട് കയറി, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് അതിനുള്ള റീസൺ, എവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ആവുന്നു, എവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നു, സെല്ലേഴ്സ് ആക്റ്റീവ് ആയി അവരിനി ഏതുവരെ പോവാം എന്നുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വലി മനസ്സിലായത് ബ്രോ പറഞ്ഞു തന്നപ്പോഴാണ് സത്യം പറയാമല്ലോ.